ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണിമുകുന്ദനെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്യുന്ന ഗിന്നസ് ബക്കർ കൂടി അഭിനയിക്കുന്ന സിനിമയാണല്ലോ അത്ഭുത ദ്വീപിന്റെ രണ്ടാം ഭാഗം. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വർഷം അവസാനത്തോടെ അതല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്നും സിനിമ 3Dയിലായിരിക്കും ചിത്രീകരിക്കുക എന്നൊരു അപ്ഡേറ്റ് കൂടിയാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിലും OTTയിലും റിലീസ് ചെയ്തതിനു ശേഷം വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണല്ലോ പൊന്മാൻ. ഇപ്പോഴത്തെ സിനിമ ആദ്യ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുന്നു. വരുന്ന ജൂലൈ 6-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സിനിമ ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് ടെലിവിഷൻ പ്രീമിയറിനായിട്ട് എത്തുന്നതാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ജയസൂര്യ സിനിമയാണല്ലോ ആട് 3. കാവ്യ ഫിലിംസും ഫ്രൈഡേ ഫിലിം ഹൗസും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയ്ക്ക് 80-ലധികം ദിവസത്തെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യ സിനിമയ്ക്ക് 100-ലധികം ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ട്. സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കൂമന് ശേഷം ആസിഫ് അലി ജിത്തു ജോസഫ് കോംബോ ഒരുമിക്കുന്ന സിനിമയാണല്ലോ മിറാഷ്. സിനിമ നേരത്തെ പാക്കപ്പായ സിനിമയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് നാളെ വരുമെന്നൊരു അപ്ഡേറ്റ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും ഇപ്പോഴത്തെ നാളെ ജൂൺ 23-ാം തീയതി വൈകിട്ട് 6 മണിക്ക് വരുമെന്നൊരു അപ്ഡേറ്റാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് മാറ്റിവെക്കുന്നത് ആളുകളെ ബോറടിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ അപ്ഡേറ്റ് രീതിയിലൂടെ സിനിമയ്ക്കുള്ളിലെ കണ്ടന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ വിശ്വസിക്കരുത് എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. എന്തായാലും നാളെയെങ്കിലും അപ്ഡേറ്റ് വരുമെന്ന്, ഫസ്റ്റ് ലുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച ജൂൺ 27-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തെലുഗു ബിഗ് ബഡ്ജറ്റ് പാനത്തൻ സിനിമയാണല്ലോ കണ്ണപ്പ. ഇന്നലെ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് തെലുഗു സംസ്ഥാനങ്ങളിൽ നടന്നിരുന്നു. നമ്മുടെ ലാലേട്ടൻ കൂടെ അഭിനയിക്കുന്ന സിനിമയുടെ ഡ്യൂറേഷൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സമീപകാല ഇന്ത്യൻ സിനിമകളിൽ പുഷ്പ 2 കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡ്യൂറേഷൻ ഉള്ള സിനിമയായിട്ട് ഈ സിനിമ മാറുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 3 മണിക്കൂർ 15 മിനിറ്റാണ് കണ്ണപ്പ എന്ന സിനിമയുടെ ഡ്യൂറേഷൻ. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾക്കായിട്ട്. മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത ബിഗ് ബഡ്ജറ്റ് ബിഗ് മാസ് സിനിമയാണല്ലോ MMN. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് സംബന്ധിച്ചൊരു അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ വർഷം നേരത്തെ പൂജ റിലീസായിട്ട് എത്തേണ്ടിരുന്ന സിനിമ കൂടിയായിരുന്നു ഈ ചിത്രം. അടുത്ത വർഷം 2026 മാർച്ച് അവസാനത്തോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാം കൂടുതൽ ഒഫീഷ്യൽ വാർത്തകൾക്ക്.